ഞാനിന്നൊരു ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ വെച്ച് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഗ്യാസ് സിമ്മിലിട്ടാൽ മതി. ചൂടായി പഞ്ചസാര ബ്രൗൺ നിറമാകുന്നത് വരെ വെച്ചേക്കാം. പഞ്ചസാര അലിഞ്ഞ് ബ്രൗൺ നിറമായിട്ടുണ്ട്. കൂടുതൽ സമയം വെച്ചിരുന്നാൽ പഞ്ചസാര കരിഞ്ഞു പോകും. ബ്രൗൺ നിറമാകുമ്പോൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിക്കാതെ തണുത്ത വെള്ളം ഒഴിച്ചാൽ പഞ്ചസാര കട്ടിയായി പോകും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചൊഴിക്കണം. കുറേശ്ശെ ഒഴിക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇളക്കിയ ശേഷം ക്യാരമൽ സിറപ്പ് റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് ക്യാരമൽ സിറപ്പ് മാറ്റി വയ്ക്കാം. കേക്ക് ട്രേ റെഡിയാക്കാം. അതിനായിട്ട് സൺഫ്ലവർ ഓയിലോ ബട്ടറോ കുറച്ച് അതിലൊഴിച്ച് സൈഡിലെല്ലാം തേച്ച് പിടിപ്പിക്കണം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ തേക്കണം. അതിനുശേഷം കുറച്ച് മൈദ തൂവി അതും പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പറ്റിപ്പിടിപ്പിക്കുക. ഇതിൽ ബട്ടർ പേപ്പർ വെച്ച് പാത്രം റെഡിയാക്കാം. ഇനി കുക്കർ ചൂടാക്കി വയ്ക്കുക. ഉപ്പിട്ട ശേഷം കുക്കർ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 2 കപ്പ് മൈദമാവ് വേണം. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ഒരു അരിപ്പയിൽ കൂടി അരിച്ച് എടുക്കണം. അരിച്ചെടുത്താൽ മാത്രമേ ബേക്കിംഗ് പൗഡർ മൈദ എല്ലാം കൂടി നന്നായി മിക്സായി വരികയുള്ളൂ. അതിനാണ് അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. 1-2 തവണ വേണമെങ്കിലും അരിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിനായിട്ട് 3 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട പൊട്ടിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ഈ മുട്ട ഒരു 2 മിനിറ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു കുഴിയുള്ള പാത്രത്തിൽ ഇതൊഴിച്ച ശേഷം വിസ്കോ മറ്റോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നല്ല പതഞ്ഞ് വരുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ലൈറ്റ് കളർ ആവുന്നതുവരെ ഇങ്ങനെ ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് 1.5 കപ്പ്. പഞ്ചസാര കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കുറച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അളവ് എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിരിക്കണം. ഈ അളവ് കപ്പെല്ലാം തന്നെ വാങ്ങാൻ കിട്ടും, കടയിൽ വാങ്ങാൻ കിട്ടും. പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഓയിലാണ് ഒഴിക്കേണ്ടത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് ഓയിൽ ചേർക്കണം. ഓയിലൊഴിച്ച് നന്നായി വീണ്ടും ബീറ്റ് ചെയ്യുക.
ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. ഒരു 1/2 സ്പൂൺ കൂടി ചേർക്കാം. 1.5 സ്പൂൺ വാനില എസൻസ്. ഒരു നുള്ളു കറുകപ്പട്ട പൊടിച്ചതും കൂടി ചേർക്കണം. ഇതിലേക്ക് നമുക്ക് മാവ് ഫോൾഡ് ചെയ്യാം. മൈദ മാവ് കുറേശ്ശെ ചേർത്ത് സോഫ്റ്റായിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. മാവ് ഒരുമിച്ചിട്ടാൽ ഫോൾഡ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വേണം ചേർക്കാൻ. മിക്സായി. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് ക്യാരറ്റ്. ഇതും കൂടി നന്നായി മിക്സ് ചെയ്യാം. മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. കേക്കിനുള്ള മാവ് റെഡിയായി. നമുക്കത് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രം നന്നായി തട്ടി കൊടുക്കണം. എയർ പോകാനാണിത്. ഇനി ഇത് ചൂടായ കുക്കറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് 1 മണിക്കൂർ വേവിക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കണം. എന്തോന്ന് നോക്കാനായിട്ട് ഒരു പച്ച ഈർക്കിൽ കൊണ്ട് കുത്തി നോക്കാം. കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. Thank you for watching.